അജു ഷാനയുടെ അടുത്തേക്ക് വന്നിരുന്നു. എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? പേടിക്കാനൊന്നുമില്ല, അൽഹംദുലില്ലാ. അവളുടെ വീട്ടിൽ അറിയിക്കേണ്ടേ? ആ, അത് ഞാൻ അറിയിച്ചോളാം. ഡാ, നീ എന്താ ഇവിടെ? എന്ത് പറ്റിയതാ? ആകെ ബ്ലഡ് സനയാണ്. അത് തസ്നി. അല്ല, നീ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്? ഇത്താത്ത കണ്ടുവന്ന് പറഞ്ഞതാ. ഉമ്മാനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നെഞ്ചുവേദനയാ. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ. അവൾക്ക് എന്തു പറ്റിയതാ? വണ്ടി തട്ടി. കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് മാറ്റി. നാളെ പോവാന്ന് പറഞ്ഞു. ആ. കുറച്ചു കഴിഞ്ഞപ്പോൾ തസ്നിയുടെ അനിയനും ഉമ്മയും വന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മ, നാളെ പോവാമെന്ന് പറഞ്ഞു. നിങ്ങൾ കരയാതെ. ഒരുപാട് നന്ദിയുണ്ട് മോളെ. എന്തുമ്മ ഇത്? ഉമ്മ, ഞാൻ പോട്ടെ, ഒരുപാട് വൈകി, നാളെ വരാം. മുറ്റത്തിറങ്ങി അജു എന്തോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പോവാ. ഒറ്റയ്ക്കോ? സാരമില്ല, എനിക്ക് സാരമുണ്ട്, ഞാൻ കൂടെ വരാം. അപ്പോഴാണ് സന വന്നത്. നീ പോവാൻ ഇറങ്ങിയോ? ആ, ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അവൾ സനയോടൊപ്പം റൂമിലോട്ട് പോയി. അജു പിന്നെ കുത്തിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഷാന വന്നു. പോവാം. ഷാന ഇത്താത്ത വീട്ടിൽ പോകുന്നുണ്ട്. നീ ഒറ്റയ്ക്കല്ലേ? അവരൊന്നിച്ചു പോയിക്കോ, വീട്ടിൽ വിടാൻ പറയാം. ഇത്താത്തൊക്കെ പോവാൻ കൊണ്ട നേരം. അജു പിറുപിറുത്തു. ഷാന ഒന്ന് പാപ്പത്തി ചിരിച്ചു. നീ ചിരിച്ചോ എന്ന പോലെ അജുവിന്റെ നോട്ടവും. വാ മോളെ, പോവാം. ഇത്താത്തയാണ്. ആ ഇത്ത, ഞാൻ പോട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ഡയറി അടച്ചു വെച്ച് അതിനു മുകളിൽ തലവെച്ച് കിടന്നു. അറിയില്ല, പ്രണയമാണോ അതോ വെറും അട്രാക്ഷനോ അതോ എൻ്റെ തോന്നലോ? ഓരോന്ന് ചിന്തിച്ച് എപ്പോഴോ ഉറങ്ങി. ഉമ്മ, എങ്ങനെയുണ്ട്? ആ മോളെ. മോൾ എണീറ്റോ? നീ കോളേജിൽ പോകുന്ന വഴിയാണോ? ആ, ഇവിടെ കയറിയിട്ട് പോവാമെന്ന് കരുതി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോള് വേഗം പോവുമോ? എന്തേ ഉമ്മ? വീട്ടിലോട്ട് പോവാനാ. എന്തേലും കഴിക്കാൻ ഉണ്ടാക്കി കൊണ്ടുവരണം. എനിക്ക് ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് പിടിക്കില്ല. ഉമ്മ പോയിട്ട് വാ. പാത്രങ്ങളൊക്കെ സഞ്ചിയിലാക്കി ഉമ്മ പുറത്തിറങ്ങി. ഡാ, താങ്ക്സ്. ഒന്ന് പോടി. പെട്ടെന്ന് വാതിൽ തുറന്ന് മുബിയും അജുവും വന്നു. ഡി, എന്താ പറ്റിയത്? എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വേദനയുണ്ടോ? എടാ പൊട്ടോ, എനിക്കൊന്നുമില്ല. നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു. സൂക്ഷിച്ചു നടന്നൂടെ തസ്നി? എനിക്ക് പറ്റണില്ല നിന്നെ ഇങ്ങനെ കാണാൻ. അവന്റെ കണ്ണുനീരൊലിക്കുന്നുണ്ട്. അവളുടെ കൈയെടുത്ത് അവന്റെ കൈക്കുള്ളിലായി ചേർത്ത് പിടിച്ചു. എനിക്കറിയില്ലടാ, പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന്. ഇനിയും പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താവും. ഇഷ്ടാടാ, ഒരുപാട്. അവൻ അവളുടെ കൈ നെഞ്ചോട് ചേർത്ത് വെച്ചു. എനിക്ക് വേണോടാ നിന്നെ. തസ്നി ഷാനയെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. ഒരു ചെറുചിരിയോടെ തസ്നി, ഇത്രയ്ക്കുണ്ടായിട്ടാണോ കോപ്പെ ഇതുവരെ പറയാഞ്ഞ്? എന്തോ അവളത് പറഞ്ഞപ്പോൾ മനസ്സിലൊരു സന്തോഷം. അജുവും ഷാനയും റൂമിൽ നിന്നിറങ്ങി. ഷാന. അവൾ വാതിലിനരികിൽ നിന്നു. ഇങ്ങ് വാ. അവളെ അടുത്തിരുത്തി. ഡി, നീ പറഞ്ഞത് സത്യ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെക്കാൾ നല്ലത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാ. പിന്നെ മറ്റേ കാര്യം അങ്ങ് വിട്ടേക്ക്. ഞാനും വിട്ടു. അവളൊന്ന് ചിരിച്ചു. മുറിക്ക് പുറത്തു വന്നു. നീ ഇങ്ങനെ മറ്റുള്ളവരോട് മാത്രം ഡയലോഗ് അടിച്ചാൽ മതി, സ്വന്തം കാര്യത്തിൽ നടത്തണ്ട. അവളൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. പൊടച്ചോനെ. സനയുടെ ഉമ്മയുടെ റൂമിലോട്ട് നീങ്ങി. അജുവിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. ആദ്യമായിട്ടാ അവളിൽ നിന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ. ഇല്ലിൽ കണ്ണുരുട്ടി തുറിച്ചു നോട്ടാ. എങ്ങനെയാണെങ്കിലും ഒടുക്കത്തെ മൊഞ്ചാണ് ആ കരിമഷി എഴുതിയ വെള്ളാരം കണ്ണ് കാണാൻ. തസ്നിയുടെ റൂമിന്റെ ഡോർ തട്ടി അജു പറഞ്ഞു. മതി മതി, രണ്ടാളും കിന്നരിച്ചത് ആദ്യമായിട്ട് കാണുന്നതൊന്നും അല്ലല്ലോ. അവളൊന്ന് ചിരിച്ചു. വാടാ, പോവാം. കിന്നരിക്കുന്നത് ഇവളുടെ ഉമ്മയെങ്ങാനും കണ്ട പിന്നെ അതാവും അടുത്തെങ്കില്. വരാടാ. ഒരു മിനിറ്റ്. നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പുറത്തുണ്ടാവും. ആ. അജു, ദേഷ്യമുണ്ടോ എന്നോട്? തല താഴ്ത്തിക്കൊണ്ട് തസ്നി ചോദിച്ചു. എന്തിന്? എനിക്കൊരു ദേഷ്യവും ഇല്ല. അവനൊന്ന് ചിരിച്ചു. ഇനി പിണങ്ങാതിരുന്നാൽ മതി. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവും. ആ. അജു പുറത്തു വന്നിരുന്നു. കുറച്ചപ്പുറത്തായി ഷാനയും വന്നിരുന്നു. അങ്ങതാ അവിടെ പോയി ഇരുന്നോ? അജു ആണ്. അവിടെ ആരാ എന്ന പോലെ ഷാനു അജുവിനെ ഒന്ന് നോക്കി. ഇത്രയും സീറ്റ് ഒഴിവാക്കി അവിടെ പോയി ഇരിക്കുന്നതിലും നല്ലത് അതാ. അവൾക്ക് ചിരി വന്നു. അജു ദേഷ്യം കൊണ്ടെണീറ്റ് റൂമിനകത്തേക്ക് നടന്നു. മതി, ഞാൻ പോവാ. വരുന്നെങ്കി വാ. ആ, പോട്ടേടാ. മൊബിയാണ്. എന്തോ അവൻ അടുത്തു നിന്ന് പോയപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം. ഞാൻ വരാം. ഓക്കെ തസ്നി, പോവാ. ഷാന എവിടെ? ആ, അവളെവിടെയുണ്ട്. ഓക്കെ അപ്പോ. ആ. അജുവും മുബിയും ഇറങ്ങുന്നത് കണ്ട് ഷാന എണീറ്റ് വന്നു. ഇപ്പോഴെങ്കിലും എണീറ്റല്ലോ. ഞാൻ കരുതി അവിടെ ആണിയടിച്ച് തറപ്പിച്ച് വെച്ചേക്കാണെന്ന്. മതിയടാ, എവിടെ പോയാലും വഴക്ക്. എന്തേ, നിന്റെ പ്രതികാരമൊക്കെ തീർന്നോ? കിട്ടിയടിയുടെ ചൂട് മാറിയിട്ടില്ലായിരുന്നല്ലോ. ആ, അതൊക്കെ മാറി. ഷാന, ഞങ്ങൾ ക്ലാസ്സിന് പോവുക. നീ വരുന്നില്ലേ? ഇന്നിനി അവിടെ പോയിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ വൈകി. വരുന്നവർ വരട്ടെ, നീ വന്നേ.
എന്തോ അജുവിൻ്റെ സംസാരം ഷാനയെ സങ്കടപ്പെടുത്തുന്ന പോലെ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഓക്കേടാ, കാണാം. ഇനി നിന്ന ഇവൻ എന്നെ പഞ്ഞിക്കിടും. അവൾ മുഖത്തൊന്ന് ചിരിവരുത്തി. ശരി. അജുവും മുബിയും അവിടെ നിന്നിറങ്ങി. എന്തോ മനസ്സിനൊരു വല്ലായിക. അവൻ ദേഷ്യം കാട്ടുമ്പോൾ എവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ. ഷാന റൂമിലോട്ട് കയറി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്ന് നോക്കി ഡിസ്ചാർജ് എഴുതി. അതിനിടയിൽ തസ്നിയുടെ ഉമ്മ വന്ന്, മോളെ ഒരുപാട് വൈകിയല്ലേ? സാരമില്ല ഉമ്മ, ഞാനെന്തായാലും ക്ലാസ്സിന് പോകുന്നില്ല. എന്തോ പോലെ. ഞാൻ പോട്ടെ. ശരി ഉമ്മ. ആ, സൂക്ഷിച്ചു പോ മോളെ. ഷാന അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എന്താ മോളെ, ക്ലാസ് കഴിഞ്ഞോ? ഇല്ലമ്മ, ഞാൻ പോയില്ല. തസ്നിയുടെ അടുത്തായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വൈകി, അതാ കോളേജിൽ പോവാണ്ട് വന്നത്. നിനക്ക് എന്ത് പറ്റി? ഹേയ് ഒന്നുമില്ല, തലവേദനിക്കുന്നത് പോലെ. ഞാൻ കുറച്ച് കിടക്കട്ടെ? ഉമ്മ കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ട് തരട്ടെ? തലവേദന മാറും. വേണ്ട ഉമ്മ. അതും പറഞ്ഞവൾ റൂമിലോട്ട് നടന്നു. ബാഗ് ടേബിളിലോട്ട് എറിഞ്ഞ് ബെഡിൽ വന്ന് കിടന്നു. ആകപ്പാടെ ഒരു മൂകത. അറിയില്ല ഇഷ്ടാണോ എന്ന് മനസ്സിനോട് 1000 വട്ടം ചോദിച്ചു കാണും അവിടെത്തും വരെ. അറിയില്ല. പക്ഷെ അവൻ ദേഷ്യം കാട്ടിയപ്പോൾ സങ്കടം വന്നത്. ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് പാവം ഉറങ്ങിപ്പോയി. ദിനങ്ങൾ ഓരോന്നും കൊഴിഞ്ഞുപോയി. തസ്നിയുടെ മുറിവുകളൊക്കെ ഉണങ്ങി വീണ്ടും കോളേജിലോട്ട് വരാൻ തുടങ്ങി. സനയുടെ ഉമ്മാക്ക് സുഖപ്പെട്ടു. പിന്നെ നമ്മുടെ സാറ് പോയി ചോദിച്ചുട്ടോ സനക്കുട്ടിയെ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് മോളുടെ കല്യാണം നടത്തണം എന്നുള്ള ഉമ്മയുടെ നിർബന്ധത്തിനാലും ഇവരുടെ യോഗമായതിനാലും ആ ബന്ധമൊത്തു. പെണ്ണ് കാണലും ഡേറ്റ് തീരുമാനിക്കലും ഒക്കെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ സന ക്ലാസ്സിൽ പോവാറില്ല. കല്യാണം കഴിഞ്ഞ് പോവാന്ന് ഉപ്പയുടെ നിർബന്ധം. മൂപ്പർക്കറിയാം മോളും മരുമോനും കിന്നരിച്ച് നടക്കുമെന്ന്. ഷാനക്ക് കോളേജിൽ ഇപ്പോഴത്തെ കൂട്ട് തസ്നിയും ആയിഷയുമാണ്. ഇപ്പോൾ അധികം മിണ്ടാൻ നിൽക്കാറില്ല. ഷാന അജുവിനോട് അവൻ കുറ്റപ്പെടുത്തുമ്പോൾ എവിടെയൊക്കെയോ കൊള്ളുന്നുമുണ്ട് നമ്മുടെ മഞ്ചത്തിക്ക്. എവിടെയൊക്കെയോ പ്രണയം മുട്ടിട്ട് വരുന്നുണ്ടോ എന്ന് സംശയം എന്താവുന്ന് നോക്കാം. അടുക്കളയിൽ പച്ചക്കറി മരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഷാന, ആ വാതിലൊന്ന് പോയി തുറക്ക്. ഉമ്മ, ഞാനിവിടെ പണിയെടുക്കുന്നത് കാണുന്നില്ലേ? എനിക്ക് പറ്റില്ല, നിങ്ങൾ പോയി തുറക്ക്. നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ ഞാനിവിടെ കയ്യും കെട്ടി നിൽക്കാന്ന്. അയ്യോടാ, ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കാൻ നിന്നാ ബെല്ലടിക്കുന്നവർ സ്വിച്ചും പറിച്ചോണ്ടിങ് പോരും. കൈയൊക്കെ തട്ടം കൊണ്ട് തുടച്ചു പോയി വാതിൽ തുറന്നു. അല്ലിതാരി മണവാട്ടിയോ? സനയൊന്ന് ചിരിച്ചു. വാ, ഉള്ളിൽ കയറിയിരിക്കെ. നീ ഒറ്റക്കാണോ വന്നത്? അല്ല ഉമ്മ, സെമീർക്ക് കൊണ്ട് ഫോണിൽ സംസാരിക്കുക. ഫോൺ കട്ട് ചെയ്ത് സമീർ അകത്ത് കടന്നു. സമീർ സനയുടെ ചേട്ടനാണ്, ഗൾഫിലായിരുന്നു. കല്യാണമൊക്കെ കൂടിയിട്ട് പോവാന്ന് കരുതി വന്നതാ. കെട്ടുപ്രായമായി, ബട്ട് മൂപ്പിന് കെട്ടാനുള്ള പ്ലാനൊന്നുമില്ല. ഉമ്മ സുഖാണോ? ആ മോനെ, അൽഹംദുലില്ലാ. മോനോ? അടുക്കളയിൽ നിന്ന് ഷാനിയാണ്. ദാ വരുന്നു, നിങ്ങളിരിക്കെ. ഉമ്മാക്ക് പിന്നാലെ സനയും വന്നു. ആ, അല്ല ഇതാര്? കല്യാണ പെണ്ണ്. കല്യാണം വിളിക്കാൻ വന്നതാണോ? അതിനിടയിൽ ഉമ്മ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാക്കി സനക്ക് കൊടുത്തു. ഡി, ഇതൊന്ന് കൊണ്ടുകൊടുത്തേ. ആർക്ക്? ഡി സെമിക്ക് ഉണ്ട് എൻ്റെ കൂടെ. ആ, മൂപ്പർ എപ്പോൾ ആൻറ്റി? മിനിഞ്ഞാന്ന്. നീ ഇപ്പോൾ ക്ലാസ്സിന് വരാത്തത് കൊണ്ടൊന്നും അറിയുന്നില്ല. പോവാൻ തന്നെ മടിയാ. അയ്യോടാ, അവളുടെ സംസാരം കേട്ടാ തോന്നും ഇല്ലെങ്കിൽ പോവാൻ ഉഷാറാണെന്ന്. മനുഷ്യൻ തള്ളിപ്പായിക്കുന്നത് കൊണ്ട് അവിടെ എത്തുന്നു. ഞാനിത് കൊടുത്തിട്ട് വരാം. സനയും അവളും സെമീറിനടുത്തേക്ക് പോയി. അല്ല, ഇതാര്? അറിയോ? കുടിക്കാൻ കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. അറിയാതെ പിന്നെ? ഭാഗ്യം. ഞാൻ കരുതി നിങ്ങൾ മറന്നു കാണുമെന്ന്. എന്തൊക്കെയുണ്ട്? സുഖാണോ? അൽഹംദുലില്ലാ. നിനക്ക്? കാണുന്നില്ലേ, ഇതിൽ കൂടുതൽ എന്ത്? പെങ്ങക്ക് ചെക്കനായി, നിങ്ങൾക്ക് പെണ്ണൊന്നും വേണ്ടേ? ഇങ്ങനെ പോയാ മൂക്കിൽ പല്ലുമുളക്കുമല്ലോ. ഹേയ്, ഒറ്റക്കുള്ള ജീവിതാസുഖം. ഇതാ പറയുന്നത് പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ലാന്ന്. എത്ര കാലം കഴിഞ്ഞാലും സ്വഭാവത്തിനൊരു മാറ്റമില്ല. ഡി, ഞങ്ങൾ ഇറങ്ങാം. അപ്പോ ഇൻഷാല്ലാ 25-ന് കല്യാണം. ഉമ്മ, ഷിനുവിനെയൊക്കെ കൂട്ടി തലേന്നേ വാ. ഉമ്മ, വാട്ടോ. ഇൻഷാല്ലാ വരാം മോനെ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഇറങ്ങട്ടെ, വേറെയും പോവാനുണ്ട്. ആയിക്കോട്ടെ മോനെ. പൊട്ടേടി. അവളൊന്ന് ചിരിച്ചു. സന പോവാന്ന് തലയാട്ടി വണ്ടിയിൽ കയറി. നിന്നെയും കെട്ടിക്കാനായി ഉമ്മയാണ്. ഇക്കടാ, എന്തേ? അതിങ്ങളെ കെട്ടിയോൻ ഹാജിയാർ അഹമ്മദ് കുട്ടിയോട് പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിങ്ങനെ ഉമ്മാനെയും സ്നേഹിച്ച് ഇവിടെ ഇങ്ങനെ നിന്നോളാം. അത് നീ നിന്റെ ഉപ്പ ഹാജിയാർ അഹമ്മദ് കുട്ടിയോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാ പിന്നെ നിങ്ങളെ കെട്ടിയോൻ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. ഒന്ന് പോടി, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മൾ പോണേ. അതും പറഞ്ഞവൾ അടുക്കളയിലോട്ട് നീങ്ങി. ഇന്ന് നമ്മുടെ സനക്കുട്ടിയുടെ കല്യാണമാണ്. അവിടെ പോവാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെ മൊഞ്ചത്തി ഷാന. ഉമ്മ, ഞാനിവിടെ വെച്ചിരുന്ന എൻ്റെ കമ്മലെവിടെ? ഉമ്മ, എന്താടി? ഞാൻ ചോദിച്ചത് നാട്ടുകാർ മൊത്തം കേട്ട് കാണുമല്ലോ. ഇങ്ങക്കെന്താ, ചെവിയില്ലേ? അതവിടെ വെറുതെ വരച്ചു വെച്ചതാണോ? ദേശാന, രാവിലെ തന്നെ എൻ്റെ വായിന്ന് വല്ലത് കേൾക്കും. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന എൻ്റെ കമ്മൽ കാണുന്നില്ല. നിങ്ങൾ കണ്ടോന്നാ ചോദിച്ചത്.
ഞാൻ കണ്ടില്ല. അവിടെ നിലത്തെവിടെയും വീണ് കാണും. നേരെ നോക്ക്. ഇല്ല, അതുകൊണ്ടല്ല നിങ്ങളോട് ചോദിച്ചത്. എനിക്കറിയില്ല. ഉമ്മ ഓരോന്നും പിറുപിറുത്ത് അടുക്കളയിലോട്ട് പോയി. ഷിനു, നീ കണ്ടോ? പാവം രണ്ട് കൈയും കൂപ്പി. ഞാൻ കണ്ടില്ല. ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറണ്ട, പോടാ. പാവം തപ്പി തപ്പി അവസാനം എവിടുന്നോ കിട്ടി. മൊത്തത്തിലൊന്ന് ഒരുങ്ങിക്കഴിയുമ്പോഴേക്കും പുറത്തുനിന്ന് നിർത്താതെയുള്ള ഹോണടി. അജുവും കൂട്ടരും. ഉമ്മ, ഞാൻ ഇറങ്ങാം. നിങ്ങൾ ഷിനുവിനെയും കൂട്ടി വാ. അധികം വൈകിക്കണ്ട. ആ. ഷാന നടന്നു വരുമ്പോ മുബി, ഡാ, ഇവൾക്ക് ഇത്രയും മൊഞ്ചുണ്ടോ? അത് കേട്ട് തസ്നി അവന്റെ തലക്കിട്ടൊന്നു കൊട്ടി. ആ, വെറുതെ പറഞ്ഞതാ. മറ്റുള്ളവർക്ക് ഇനി എത്ര മൊഞ്ചുണ്ടായാലും എന്റെ മൊഞ്ചത്തി നീ തന്നെയാ തസ്നി. ഇയ്യടാ, സുഖിപ്പിക്കല്ലേ. കാര്യാടി. കാറിൽ കയറുന്നതിനിടയിൽ ഷാന എന്ത് ഹോണടിയാടോ. മനുഷ്യന്റെ ചെവി പൊട്ടിയല്ലോ. അത് കേട്ട് മുബി, ഇവളിനി എത്ര മൊഞ്ചായിട്ടും എന്താ, സ്വഭാവം കൂതറ തന്നെ. പോടി പോടി. അത് സത്യം അജു ആണ്. മതി സത്യപറച്ചിലൊക്കെ. വണ്ടി വിട്. വണ്ടി സനയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. നിർത്ത് നിർത്ത്, ഇതാ വീട്. ബ്രേക്കില്ലാത്ത വണ്ടി പോലെ എവിടേക്കാ വെച്ചു പിടിക്കുന്നെ? മണിമാളിക പോലൊരു വീടിന് മുന്നിൽ വണ്ടി നിന്നു. അജു ഷാനയെ ഒന്ന് രൂക്ഷമായി നോക്കി. മൈൻഡ് ചെയ്യാതെ കാറിന്റെ ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി. ഡാ, ഇവള് വലിയ പുള്ളിയല്ലേ, എന്നിട്ട് അതിന്റെ ഒരഹങ്കാരവും കണ്ടിട്ടില്ല. മുബിയാണ്. ആ, അഹങ്കാരം മൊത്തം മറ്റുള്ളവർക്കല്ലേ, അജു ഷാനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഷാന ഒരു നോട്ടം നോക്കി അകത്തേക്ക് നടന്നു. എന്തേ, വരുന്നില്ലേ? ഇവിടെ ആനയിച്ചു കൊണ്ടുപോവാൻ ആളൊന്നും വരില്ല, അജുവിനൊട്ടൊന്ന് കൊള്ളിച്ചുകൊണ്ട് ഷാന പറഞ്ഞു. ആംഗ്യഭാഷയിൽ പോടിയെന്നും പറഞ്ഞ് അജുവും കൂട്ടരും അകത്തേക്ക് കടന്നു. വർണ്ണങ്ങളാൽ മനോഹരിതമായ പന്തൽ, ഒരു ഭാഗത്ത് പാട്ടുകാർ, ഒരു ഭാഗത്ത് ബഫെ. ആൾക്കാർ ഓരോന്ന് വരുന്നതേ ഉള്ളൂ. ഷാനയെ കണ്ടതും സമീർ വന്ന് അകത്ത് കയറാൻ പറഞ്ഞു. സന ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഷാനയെ കണ്ടിത്താത്ത അവരെയും കൂട്ടി അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡി മൊഞ്ചത്തി, ആഹാ എത്തിയോ? എല്ലാവരും ഉണ്ടല്ലോ, ഇരിക്കേ. ഞങ്ങൾ ഇരുന്നോളാം, നീ ഒരുങ്ങിക്കോ. ഇത്താത്ത, ഇവർക്ക് എന്തെങ്കിലും കൊടുക്ക്. ആ. അവരൊക്കെ ഇരുന്ന് വെള്ളവും കുടിച്ച് വീട് മൊത്തം നടന്ന് കാണുക. ഷാനയാണ് നാലു ഭാഗത്ത് നടക്കുക. കാണുന്നവരോടൊക്കെ സംസാരിക്കുന്നു, ചിരിക്കുന്നു. ഒരെണ്ണം പോലും മിസ്സാവുന്നില്ല. ഈ നാട്ടിൽ ഇവളാണോ താരം? ഒരാൾക്ക് പോലും അറിയാത്തതായിട്ടില്ലല്ലോ. മുബിയാണ്. അതല്ലേ സ്വഭാവം. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അജു മറുപടി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. പഹയന്റെ മനസ്സിൽ മൊത്തം നമ്മുടെ മൊഞ്ചത്തി തന്നെയാ. നിക്കാഹം കഴിഞ്ഞ് പുതുമാരം വന്ന് തിരക്കുകൾ കൂടി വന്നു. ഒരു ഭാഗത്ത് ഫോട്ടോ എടുപ്പ്, വീഡിയോ, നിന്ന് തിരിയാൻ ഇടമില്ല. ഭക്ഷണവും കഴിച്ചിട്ട് അജുവും കൂട്ടരും ആളൊഴിഞ്ഞ് ഇടം നോക്കി ഇരുത്തമുറപ്പിച്ചു. ഷാനയുടെ പൊടി പോലും കാണാനില്ല. മുബിയാണേൽ തസ്നയോട് കിന്നരിച്ചോണ്ടിരിക്കുക. ആയിഷ ഫോണിലും നോക്കിയിരിപ്പ. നമ്മുടെ ചെക്കനാണേൽ ബോറടിച്ച് അലാക്കിന്റെ അവലും കഞ്ഞിയായി. ഷാന വന്നിരുന്നെങ്കിൽ വഴക്കിടാനെങ്കിലും സമയം പോയേനെ. അവിടെ നെണീറ്റ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മൊഞ്ചത്തിയുമായി ഒന്ന് മുട്ടി. ഷാന കയറിയതിനേക്കാൾ സ്പീഡിൽ രണ്ടടി പിന്നോട്ട് പോയി. നെറ്റി തടവിക്കൊണ്ട്, കണ്ടൂടെ മനുഷ്യന്റെ തല പോയി. ഷാനയാണ്. ബ്രേക്കില്ലാത്ത വണ്ടി പോലെ വന്ന് മുട്ടിയിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് അജു ദേഷ്യത്തോടെ സിറ്റൗട്ടിലേക്ക് പോയി നിന്നു. റൂമിലോട്ട് കയറിയപ്പോൾ മുബിൻ്റെയും തസ്നയുടെയും കിന്നാരം കയറിയതിനേക്കാൾ സ്പീഡിൽ പുറത്തിറങ്ങി സിറ്റൗട്ടിലേക്ക് നടന്നു. അവനെ മൈൻഡ് ചെയ്യാതെ ഒരു തൂണിന് ചാരി നിന്നു. ഇടയ്ക്കിടെ പഹ്യനെ നോക്കുന്നുണ്ടെങ്കിലും കണ്ട ഭാവം നടിക്കുന്നില്ല പഹ്യൻ. ഫോണിലും കുത്തിക്കൊണ്ടിരിക്കുക. ഷാനയാണേൽ മൂളിപ്പാട്ടും പാടി കാറ്റും കൊണ്ടിരുന്നു. മൂളിപ്പാട്ട് കേട്ടെങ്കിലും നോക്കുമെന്ന് കരുതിയ നമ്മളെ മൊഞ്ചത്തി മൂളിയതെവിടെ? പഹ്യൻ ഫോണിൽ കുത്തുന്നത് കാണുമ്പോൾ എടുത്തെറിഞ്ഞ് പൊട്ടിക്കാനാ തോന്നുന്നത്. സൈകെട്ട് ഷാന പോവാൻ തിരിഞ്ഞപ്പോൾ അജു കൈപിടിച്ച് വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. അജു വിട്. അവനാണേൽ ഒന്നും മിണ്ടുന്നില്ല. മൊഞ്ചത്തീനെയും നോക്കി നിൽക്കുക.